നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒളിക്യാമറയുടെ പിതൃത്വം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേര് വന്നിട്ടുണ്ട്. രണ്ടുപേര് വന്ന് പറയുകയാണ്, ഞങ്ങളാണ് ഇത് ഷൂട്ട് ചെയ്തത്, അതാ അതിൻ്റെ ഒരു ഒറിജിനൽ എൻ്റെ കയ്യിലുമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോന്നിങ്ങനെ മൊബൈലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എല്ലാവരും എടുത്ത തീരുമാനമാണ് ഇത് പുറത്തു വിടരുത്, ഇത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ പല രീതിയിലും എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞു വരുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ വീഡിയോയിൽ അനാവശ്യമായിട്ട് ഒന്നും കാണുന്നില്ല. ആ വീഡിയോയിൽ എന്ന് പറഞ്ഞ് എന്തോ കൈകൊണ്ട് പോയിട്ട് എന്തോ തോണ്ടുന്നതോ അത് മാത്രമേ കാണുന്നുള്ളൂ. അതൊരു വലിയ ഇഷ്യൂ ആണോ? ഇതിലും വലിയൊരു ഇഷ്യൂ എന്തൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോഴൊന്നും മിണ്ടാതിരുന്ന എല്ലാവരും ഇപ്പോഴും ഈ ഒരു ഇഷ്യൂവിന് മാത്രം എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതായത് ഇതൊരു വലിയ ഇഷ്യൂവേ അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് അങ്ങ് ഇഷ്യൂ ആക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ രണ്ടുപേര് വന്നിട്ട് പറയുന്ന കാര്യം ഇതാണ്, ഒരുപാട് യൂട്യൂബേഴ്സ് അനുസരിച്ചോ, പക്ഷെ ഏതോ ഒരുത്തൻ അനുസരിച്ചില്ല, അവനാണ് ഇത് പുറത്തു വിട്ടതെന്ന്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നതിന് മുമ്പേ ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ ഒരു വ്യക്തിത്വമില്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? അതായത് ഞാൻ അവിടെ നോക്കിയിട്ട് അവർ തുണിയില്ലാതെ ഇരുന്നിട്ടില്ല, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇരുന്നിട്ടില്ല. അവരെങ്ങനെയാ ഇതിലും വലിയ കെട്ടിപ്പിടുത്തങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നടത്തിയില്ലേ? അതെന്താ നിങ്ങൾ ആരും കണ്ടിട്ടില്ലായിരുന്ന? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരാൾ വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കുക, അതിനെ 4 ചിഹ്നങ്ങൾ ഇടുക, അതിനാണെങ്കിലും എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക, ഒരു ഹൈപ്പ് കൊടുക്കുക, ഒരുപാട് പേര് റിയാക്ട് ചെയ്യുക. എൻ്റെ മക്കളെ, ഇതിൻ്റെ ഒക്കെ പുറകില് വേറെ ഒന്നുമല്ല. അതായത് ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് നാറ്റിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്, അല്ലാതെ ഇതൊന്നും വലിയൊരു കാര്യമല്ല. ബിൻസിക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും നല്ല രീതിയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാ പിന്നെ ബിൻസി അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളൊന്ന് തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു സംഭവം അങ്ങ് എടുത്തിട്ട് കൊടുത്തത്. ഊളത്തരം എന്നല്ലാതെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊളത്തരം എന്ന് പറയാൻ പറ്റൂല. അതിലും വലുത്, അതിക്കും വലുതെന്തെങ്കിലും ഉണ്ട്, അതാണ് പറയേണ്ടത്. അതായത് യാതൊരു വിധത്തിലുള്ള നാണവും മാനവും ഇല്ലാതെ എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. തെണ്ടിത്തരം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ ഇതിനിപ്പോ നാളെ വേറെ ഒന്നും ഉണ്ടാക്കൂലേ? അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അപ്പോ ഇതിന്റെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ എല്ലാവരും വിചാരിക്കുന്ന എന്താണെന്നറിയാം, അയ്യോ ഇതിങ്ങനെയുണ്ടോ ഇവര് തമ്മിൽ, ഇങ്ങനെയാണോ ഇങ്ങനെ എന്ന് സംശയം വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒന്നും നടന്നിട്ടില്ല. ഇനി എന്തെങ്കിലും നടന്നാൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അറിയാനും പോകുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം ഉണ്ടാ, അത് അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ, നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഇത് ബിൻസിക്കെതിരെ വന്ന ഒരു സംഭവം മാത്രമാണ്. ഇതിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ബിൻസിയെ മാത്രമാണ്. പക്ഷെ ബിൻസി എന്നാ പറഞ്ഞത് ഇതല്ല. ഇതിന്റെ വേലയിലെ ക്ലിപ്പ് വന്നു കഴിഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഞാൻ ഇതിൻ്റെ ഒന്നും പുറകെ പോകുന്ന ആളല്ല. പക്ഷെ അപ്പാനിക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടു. കാരണം എന്താ വെച്ചാൽ അപ്പാനിക്ക് എന്ന് പറഞ്ഞൊരു കുടുംബം ഇല്ലാന്ന്, അത് മാത്രമല്ല അപ്പാനീൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മോശമാണ്. അപ്പൊ അത് എടുത്തിരുന്നവർക്കും ഒരു ബോധം വേണ്ടേ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് ആണ് ഇത് എടുത്തത് എന്ന് പറയുന്നുണ്ട്. യൂട്യൂബേഴ്സ് ഇവരെ ഇറങ്ങി വന്നപ്പോഴേ അവർക്ക് കിട്ടുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. ആ കണ്ടന്റിലാണ് ചില ആൾക്കാർ വന്നിട്ട് വെള്ളം ചേർക്കാൻ നോക്കിയത്. അത് വളരെ മോശമായി പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴീ രണ്ട് വ്യക്തികൾ വന്ന് പറയുന്നത്, അവരെന്താണ് പറയുന്നത്, ഈ വിനൂസ് കബ്ബ് എന്ന് പറയുന്ന ഒരാളും പിന്നെ അതുപോലെ തന്നെ എന്താ ഒരു വേറൊരു പുള്ളിക്കാരനും കൂടിയുണ്ട്. രണ്ടുപേരെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പൊ ഇവര് വന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും അനുസരിച്ചു, പക്ഷേ ആരോ ഒരാൾ അനുസരിച്ചില്ല, ഏതോ ഒരുത്തനാണ് അനുസരിക്കാതിരുന്നത് എന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും ഇല്ലാന്ന്. കാരണം ആ ഒരു ഫോട്ടോയും വീഡിയോയും വെച്ച് ഇവിടെ കുറേ ആൾക്കാർ എടുത്തിട്ട് അലക്കി. അത് അനുമോൾ ഫാൻസ് എടുത്തിട്ട് എന്ത് ചെയ്തു, വലിച്ചങ്ങ് കീറി. കാരണം അനുമോൾ ഫാൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RJ ബിൻസിയോട് നല്ല രീതിയിലുള്ള കലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച്. അതിലെന്ന് പറഞ്ഞാൽ ശരിക്കും പണി കിട്ടിയിരിക്കുന്നത് അനുമോൾക്ക് തന്നെയാണ്, വേറെ ആയിരിക്കുമല്ല. അനുമോളുടെ ഈ ഫാൻസിന്റെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി. അതായത് ഇവരെങ്ങനെയാണ് പ്രതികരിക്കുക, ഇവർ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായത് എന്നുള്ളതാണ്. അതായത് അനുമോളൊക്കെ വേണ്ടിയിട്ട് ഇവർ നിരന്തരമായിട്ട് അനുമോൾ സ്ത്രീയാണ്, അനുമോൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരാളെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരതും കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് അനുമോളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കുടുംബം തകർന്നാലും കുഴപ്പമില്ല, മറ്റുള്ളവന്റെ ഭാര്യ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, മറ്റുള്ളവന്റെ മക്കൾക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളുടെ അനുമോള് സേഫായിരിക്കണം. അതെന്ന് പറയുന്നത് ഇവരുടെ കാര്യമല്ല. അനുമോൾ ഇത് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല ചിലപ്പോഴേ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവർക്കാണ് ശരിക്കും പറഞ്ഞ വൈരാഗ്യം, അല്ലാതെ അനുമോൾക്കോ മറ്റുള്ളവർക്കോ വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ചാണ്.
നമ്മൾ വിചാരിക്കും എന്താണ് ഇവർ ഭയങ്കര ദേഷ്യ ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ രീതിയിലേക്ക് അവർ വരും. അവരായി പിന്നീട് അവരുടെ പാടായി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനിടയിൽ പെട്ടുപോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ആൾക്കാരാണ്. അത് പെടുത്തുന്നതാകട്ടെ ആരാന്ന്, അത് ഈ അനുമോളുടെ ഫാൻസിന്റെ ആ ബലം വെച്ചിട്ട്, അതായത് അനുമോളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇല്ല അനുമോളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 10 വ്യൂസ് അധികം കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇത് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്തതും ഇത് വെളിയിൽ വിട്ടതും. അല്ലാതെ ഇവിടെ ഒരു തേങ്ങയും നടന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം, അപ്പാനി ആയാലും അതുപോലെ തന്നെ ബിൻസി ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബാഡ് ഇമേജ് ഉള്ളിൽ നിന്നേ നിങ്ങൾക്കുണ്ട്. അത് ഉണ്ടാക്കി തന്നത് അനുമോള് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അനുമോള് വിളിച്ചു പറഞ്ഞത് ഇന്നും ഒരു അശരീരി പോലെ നമ്മളെയെല്ലാം കാതുകളിൽ മുഴങ്ങുകയാണ്. നീ കാരണമാണ് ഒരു പെൺകൊച്ചി ഔട്ടായത് എന്നുള്ള തരത്തിൽ അനുമോള് വിളിച്ചു കൂവിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട് എന്താണ് സംഭവിച്ചത്. അതിനുശേഷം വന്നതിന് പിന്നീട് എന്ന് പറഞ്ഞ് ഇവര് റീഎൻട്രി കയറിയപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ RJ ബിൻസിയെ കിട്ടണം, RJ ബിൻസിയെ ഞങ്ങൾ കെണിയിൽ വീഴ്ത്തും എന്നുള്ള ഇതിലായിരുന്നു ഈ അനുമോളുടെ ഫാൻസുകളെല്ലാം നടന്നത്. അത് കൃത്യമായിട്ട് അവരെന്ന് പറഞ്ഞാൽ എല്ലാവരും പിടിച്ചെടുത്തു. ആ ഒരു നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ അവർ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ കേസും നൂലാമാലകളൊക്കെ കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇത് അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ പുറത്തു വിട്ടില്ല, അതായത് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിരുന്നു, ഒറിജിനലി ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞവർ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾക്കൊന്നും ലോകം തിരിയുന്നില്ല. അതായത് നിങ്ങൾക്കറിയില്ലേ ബിഗ് ബോസിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അറിയുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് ഒരു പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ബിഗ് ബോസിൽ നടക്കുന്നുണ്ട്, ബിഗ് ബോസ് പുറത്തു വന്നതിന് ശേഷം നടക്കുന്നുണ്ട്. എന്തിനധികം പറയുന്ന അങ്ങനെ പലരും എന്ന് പറഞ്ഞാൽ പുറത്തു വന്നിട്ട് എന്തൊക്കെയൊക്കെ അഭിപ്രായങ്ങളാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ചെറിയ കാര്യം കൊണ്ടുവന്നിട്ട് ഇത് ഭയങ്കരമായിട്ട്, അതായത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി എന്തൊക്കെ കേസ് ഉണ്ടായാലും എന്തൊക്കെ ഇതുണ്ടായി കഴിഞ്ഞാലും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ഭാവി ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു വസ്തു ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് വരുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. അതാണ് ഇവരുടെ ഒരു എന്താ പറയേണ്ടത്, ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായിട്ടും. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇങ്ങനെയാണെങ്കിൽ പൊന്നു മക്കളെ, ഒരു കാര്യം ഞാൻ പറയാം, ടോയ്ലറ്റ് പോകുമ്പോൾ വരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവിടെ വരെ ചിലപ്പോൾ യൂട്യൂബർമാർ വന്നിട്ട് എമ്മാതിരി പോകൃത്തരാ ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. അനുമോളോട് ശത്രുതയുള്ള പിന്നെ മറ്റേവരൊക്കെ സൂക്ഷിച്ചു പറഞ്ഞു ആര്, ഈ ബിഗ് ബോസ് മത്സരാർത്ഥികൾ. കാരണം ഏതെങ്കിലും തരത്തിലേക്കുള്ള അനുമോളോ ഇതാക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പണിയായിരിക്കും അടുത്തത് വരിക. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.